अस्सलाम वालेकुम। कंदुलु गंगा गेला देशത്തിൽ മിലാകിയ സുസും സുലംഗക് പവാ മഹദ രിദ്വാകിയ कंदुलु गंगा गेला देशത്തിൽ മിലാകിയ സുസും സുലംഗക് പവാ മഹദ രിദ്വാകിയ. പാട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? കണ്ണിലെ കണ്ണുനീര് ഗംഗാ നദി പോലെ ഒഴുകി നിന്ന ആ പാട്ടിൻ്റെ അർത്ഥം. പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശിങ്കളപ്പാട്ടാണ്, ശിങ്കളം, ശ്രീലങ്കൻ ശിങ്കളം. ആജ്കൽ കാ ലോഗോं का एक സമസ്യ, അതായത് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ ഞാൻ പറയാം. അതായത് അപ്നാ ആപ്കു സമാലിനെ പാറേ, ഞങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്നാ ആപ്ക ഖാബോംകു സമാലിനെ പാറേ, അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വപ്നങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്നാ ആപ്ക ഹോഷ് കാ ബേവഖൂഫിക്കു സമാലിനെ ഹോ റഹാ ഹൈ, അതായത് ഞങ്ങളുടെ വികാര വിക്ഷോഭങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്നാ ആപ്ക ബേവഖൂഫി, അതായത് അപ്നാ ആപ്ക ഹോഷ് കാ ബേവഖൂഫിക്കു സമാലിനെ നഹീ ഹോ റഹാ ഹൈ, വികാര വിക്ഷോഭങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓരോരോ മനുഷ്യനും അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാലത്തിലാണ് ഞങ്ങളിപ്പം ജീവിക്കുന്നത്. വിചാരങ്ങളും തോന്നലുകളും ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊരു വലിയ ദുരന്തമാണ് സംഭവം, ഒരു വലിയ ദുരന്തമാണ്. കാരണം നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ദുരന്തം തന്നെയാണ്. അത് സാമ്പത്തികപരമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നുകൊണ്ടും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം ഞങ്ങളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, പടച്ചോൻ കാക്കട്ടെ. അള്ളാൻ്റെ റസൂൽ ഈ കാലഘട്ടത്തിലേക്ക് പറഞ്ഞു വെച്ചൊരു ദുആ ആണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലുള്ളൊരു ദുആ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അന്ത ഖൈറു മൻ സക്കാഹ അന്ത വലിയുഹ വ മൗലാഹ. എന്തൊക്കെയാ പറയുന്നത്? അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അന്ത ഖൈറു മൻ സക്കാഹ അന്ത വലിയുഹ വ മൗലാഹ. അതിൻ്റെ അർത്ഥം പറയുന്നത്, എൻ്റെ നഫ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് എനിക്ക് നീ നൽകണേ റബ്ബേന്ന്. എൻ്റെ നഫ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ്, എൻ്റെ ശരീരത്തിനെ ശുദ്ധിയാക്കി തരണമേന്ന്, എൻ്റെ ശരീരത്തിനെ ശുദ്ധിയാക്കി തരണമേന്ന്. ഏറ്റവും നന്നാക്കി തരുന്നവൻ നീയാണല്ലോ റബ്ബേന്ന്. എൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ നീയാണല്ലോ റബ്ബേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കാലഘട്ടത്തിൽ ഒരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാൻ്റെ റസൂല് പറഞ്ഞു തന്ന ഒരു ദുആയാണത്. കാരണം പൈസ നിരോധനോ നോട്ട് നിരോധനോ അതേപോലെ തന്നെ കൊറോണക്കാലോ, സുബ്ഹാനല്ലാഹ്, ഇതെല്ലാം കഴിഞ്ഞ് ഈ പൈസ നിരോധനവും നോട്ട് നിരോധനവും ഈ എന്താ പറയുക കൊറോണക്കാലെല്ലാം അതിജീവിച്ച് വന്നിട്ട് ഇപ്പോഴും അതിജീവനത്തിൽ തന്നെ ഉള്ളത്, അതിജീവനത്തിലുള്ളത്. നമ്മളിപ്പോൾ ഒരു നല്ല വണ്ടി, നല്ലൊരു വീടൊക്കെ വെച്ചിട്ട് കാണുന്നവരിൽ ഒരു സാധാരണക്കാരൻ ചിന്തിക്കും, ഒരു അസൂയപ്പാടോടെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അവരൊക്കെ നല്ല നിലയിലാണ്, ഞാൻ ഇപ്പോഴും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലോ റബ്ബേ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 90% ആൾക്കാർ കടത്തിലാണ്. 90%. പടച്ചോൻ കാക്കട്ടെ.
പടച്ചോൻ കാക്കട്ടെ. एक बंजारा गाए जीवन की गीत सुनाए, हम सब जीने वालों को जीने की राह बताए. एक बंजारा गाए जीवन की गीत सुनाए, हम सब जीने वालों को जीने की राह बताए. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ബിഗേൻ ഈസ് ഹാഫ് ഡൺ. ബിഗേൻ ഈസ് ഹാഫ് ഡൺ. ഏതൊരു കാര്യവും ശരിയായ രീതിയിൽ തുടങ്ങിയാൽ ആ കാര്യം പകുതി വിജയിച്ചു എന്ന് അതിൻ്റെ അർത്ഥം പറയുന്നത്. ഏതൊരു കാര്യവും തുടങ്ങിയാൽ ശരിയായ രീതിയിൽ തുടങ്ങിയാൽ പകുതി വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. നമ്പർ 1 ഞാൻ പറഞ്ഞു തരാം. ഒരു മനുഷ്യനിക്ക് ഉണ്ടാകേണ്ട ഒരു സ്വഭാവം, ഏറ്റവും ആദ്യം ദൃഢനിശ്ചയം ഉണ്ടാവണം. ഒരു സ്വയം മതിപ്പ്, ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം. എന്ത് സംഗതിയിലും എന്തിനും അതിജീവിക്കാനുള്ള ഒരു തൻ്റെ ഉണ്ടാവണം. നമ്പർ 2, ആ ദൃഢനിശ്ചയം സഫലമാകാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കണം എന്നുള്ളതാണ്. ആ ദൃഢനിശ്ചയം സഫലമാകാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കണം, നല്ലപോലെ പ്രയത്നിക്കണം. നമ്പർ 3, ആ പ്രയത്നം നിങ്ങൾ എപ്പോൾ ലക്ഷ്യത്തിലെത്തുന്നുവോ അതുവരെ തുടങ്ങണമെന്ന് അറിയുന്നു, തുടർന്നുകൊണ്ടേയിരിക്കണമെന്ന് അറിയുന്നു. അതുവരെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറയാം. അതായത് ഞാൻ ഒമാനിലുള്ള സമയത്ത് അവിടെ സ്വദേശിവൽക്കരണം എല്ലാ ഫീൽഡിലും അവരിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഫുഡ് സ്റ്റെപ്പിലേക്കും അവരെത്തി. ഞങ്ങൾക്ക് കോർപ്പറേഷന് നോട്ടീസ് തന്നു, 3 മാസം ഇത്ര കാലം നിങ്ങൾ ചെയ്തതിൽ നന്ദിയുണ്ട്, നിങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടവരാണ്, അതുകൊണ്ട് 3 മാസം കൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞിട്ട് പോകണമെന്നും പറഞ്ഞ് നോട്ടീസ് തന്ന് സ്പോൺസർമാർക്ക് ഫസ്റ്റ് നോട്ടീസ് കൊടുത്ത് അതിന് ശേഷം ലേബേഴ്സിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ തന്നെ നമ്മളെ പേരിൽ തന്നെ കൊണ്ടുവന്ന് തന്ന് ഘട്ടം ഘട്ടമായിട്ട്. അതായത് ഫസ്റ്റ് മസ്കറ്റിൽ നിന്ന് കോർപ്പറേഷനിൽ, അത് കഴിഞ്ഞ് സുബൈക്ക്, സഹം, സോഹാർ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വരിക. അപ്പോൾ കിട്ടിയ പൈസക്ക് ആൾക്കാർ അവിടെയുള്ള ഷോപ്പുകളെല്ലാം വിറ്റിട്ട് ഓടുക. കിട്ടിയ പൈസ നായിനെ കൊന്ന പൈസക്ക് എന്നെല്ലാം പറയില്ലേ, അങ്ങനെ കിട്ടിയ പൈസക്ക് കൊടുത്തിട്ട് പോകുന്ന സമയത്ത് അപ്പം ഞാൻ പോയിട്ട് അത്രയോ ആയിട്ടുണ്ടായിട്ടുള്ളൂ, 1 കൊല്ലം മറ്റായിട്ടുണ്ടായിട്ടുള്ളൂ. ഞാൻ സ്പോൺസറോട് പറഞ്ഞു, നീ എന്നെ അടിച്ച് കൊന്നാലും ശരി ഞാൻ പോകൂല എന്ന് പറഞ്ഞു. ഒരു കിളവനായിരുന്നു, പാവം, പടച്ചോന് സ്വർഗം കൊടുക്കട്ടെ, അവർ മരിച്ചുപോയി എന്നാ തോന്നുന്നു. അങ്ങനെ കിളവൻ എന്നോട് പറഞ്ഞ്, ഞാനും കിളവനാണ് കേട്ടോ, ഞാൻ ബാല്യക്കാരനാണെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. എന്നോട് പറഞ്ഞ്, എന്നാൽ ശരി നീ നിൽക്ക്, ബാക്കി തവക്കൽ തോലല്ലാന്ന്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ സബ്സിഡികൾ മുഴുവനും, അതായത് അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ മുഴുവനും കട്ട് ചെയ്യും എന്നുള്ള എല്ലാം ഇതിലാണ് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. അന്നേരം പറഞ്ഞ് കട്ട് ചെയ്തിട്ട് നീ പോകണ്ടാന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മലയാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി തീർന്ന് ഞാൻ മാത്രം ബാക്കി. ഞാൻ ബാക്കിയായ സമയത്ത് പിന്നെ ഞാനെന്ത് ചെയ്ത് ആ നാട്ടിലുള്ള കടകളെല്ലാം അറബികൾ ഏറ്റെടുത്ത് അവരോരോന്ന് വെച്ച് പൂട്ടാൻ തുടങ്ങിയ സമയത്ത് ഞാനെന്ത് ചെയ്ത് അറബികളുടെ അടുത്ത് നല്ല കടകൾ, 5-10 കടകൾ മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു മേൽവാടക ഇത്ര വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം അവർക്ക് സന്തോഷമായി. ഞാൻ അറബി കുട്ടികളെ തേച്ച് പണിക്ക് വെച്ചിട്ട് ഓരോരോ കടയിൽ സാധനം കൊണ്ടുപോയി കൊടുക്കുന്ന പണിയും ജോഡിക്കുന്ന പണിയും മാത്രമേ ഉള്ളൂ. ജോഡിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ആക്കും. ഇതെല്ലാം എൻ്റെ പണി ഉണ്ടായത്. അപ്പോൾ ഹിക്കുമത്ത് എന്ന് പറയുന്നത് അവിടെ നാട്ടുകാർക്ക് പൈസ കിട്ടാണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിലല്ലേ നിൽക്കുന്നത്. ആ സമയത്താണ് ഞാനെന്ത് ചെയ്യും, 2 റുപ്യൻ്റെ സാധനം 3 റുപ്യ എഴുതിയിട്ട് അടവിടും. കാരണം എന്ത്, നാട്ടുകാരും കക്കൂ, ക്യാഷിലുള്ളവനും കക്കൂ, ലാസ്റ്റ് നമ്മൾ കടക്കാരനായി മാറില്ലേ. അങ്ങനെ കുറേ കാലം അങ്ങനെയെല്ലാം കച്ചവടം ചെയ്തു. ഹയർ ബോറടിച്ചിട്ടുണ്ട്, ക്ഷമിക്ക് ഓനി. കന്തുലു ഗംഗാ ഗലാ ദേശത്തെ മിലാകിയ സുസും സുലംഗ പവാ മെഹദരിദ്വാഗിയ. एक बंजारा गाए जीवन की गीत सुनाए, हम सब जीने वालों को जीने के राह बताए. एक बंजारा गाए जीवन की गीत सुनाए, हम सब जीने वालों को
ജീനെ കെ രാഹ ബതായേ. നല്ല അർത്ഥ, അടിപൊളി അർത്ഥ. അത് ഒരു 4 വരി വേറെ പറഞ്ഞു തരാം. ജമാനെ വാലോ കിതാബോ ഗമ്മെ, ജമാനെ വാലോ കിതാബോ ഗമ്മെ. അതായത് നിങ്ങളൊരുപാട് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ആ ദുഃഖത്തിൽ കുഷിക്കാക്കോ ഹി ബസാന ഠൂണ്ടോന്ന്, ആ ദുഃഖങ്ങളിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് സന്തോഷത്തിൻ്റെ എന്തെങ്കിലും ഒന്ന് പരിധി എടുക്കണമെന്ന്, എന്തെങ്കിലും ഒന്ന് പരിധി എടുക്കണം. അഗർ ജീന ഹെ ജമാനെ തു, അഗർ ജീന ഹെ ജമാനെ തു ഹസീക്ക കോഹി ബഹാന ഡൂണ്ടോന്ന്. ഈ കാലഘട്ടത്തിൽ, അതായത് നീ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും മൊഞ്ചുള്ള കാര്യങ്ങളല്ലോ നീ പരിധി എടുക്കണമെന്ന്. കാരണം എന്നും ടെൻഷൻ അടിച്ചിട്ടും എന്നും ദുഃഖത്തിലും എന്നും റോളിങ്ങിലും ഞാൻ അവിടെ കൊടുക്കാനുണ്ട് ഈടെ കൊടുക്കാനുണ്ട് നല്ല ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ ജീവിക്കുമ്പോണ്ടല്ലോ, എനിക്ക് അറ്റാക്കായതുപോലെ നിങ്ങൾക്കും ആവുകയെ. വേണ്ടാത്തതിൽ ഇറങ്ങണ്ട. ആങ്കോമ്മ ആസുംബി ആയേത്തു, അതായത് നിൻ്റെ കണ്ണിൽ ദുഃഖങ്ങളുടെ കണ്ണുനീരിങ്ങ് ഒഴുകി വന്നാലും ആക്കർ മുഷ്കായൻ, ആക്കർ മുഷ്കായൻ, നീ വന്നിട്ടൊന്ന് പുഞ്ചിരിക്ക്. ഹയർ സമോനി ബോറടിച്ചിട്ടുണ്ട്, ക്ഷമിക്കുക. അസ്സലാമു അലൈക്കും.